പച്ചമാങ്ങയും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തൊരു പിടി പിടിച്ച ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. എടബിന്ദു, ഈ ഒരു മാവിനൊരു കഥയുണ്ട്, അത് ഞാൻ പറയാം. അതായത് ഈ മാവ് ഇത് മൊത്തം മൂടോടെ പൊഴുതു പോയ മാവാണ്. അതായത് ഞാൻ ഈ വണ്ടി ഇതിനടുത്തൊരു ഷെഡ് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരുന്ന അവിടെയാണ്. മറ്റേ ആ ഷെഡ്, നീളത്തിനുള്ള ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തങ്കമാവനും ഞാനും കൂടെ ഇതേപോലെ ഒരു ദിവസം, ഞാൻ ഉച്ചയ്ക്ക് ഇതേപോലെ ഒരു ദിവസം വണ്ടി ഞാൻ ഓടിയിട്ട് വന്നതിന് ശേഷം വണ്ടി അവിടെ ഇട്ടപ്പോഴാണ് ഒരു ഭയങ്കര മഴയായിരുന്നു. തലേദിവസം മഴ പെയ്ത് അങ്ങനെ ഈ മാവുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ മാങ്ങ പറിക്കുന്ന മാവുണ്ടല്ലോ, ഇത് മൂടോടെ പൊഴുതു വീടായിരുന്നു. മൂടോടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ കാറ്റടിച്ച് പോയതാണത്. അങ്ങനെ ഞാനും തങ്കമാവനും കൂടെയാണ് ഇതിനെ കെട്ടി നിർത്തിയത്. ഈ മാങ്ങ ഇതിന് തൊട്ടടുത്തൊരു നാരകമൊക്കെ ഉണ്ടായിരുന്നു, നിറച്ച് നാരങ്ങയൊക്കെ ഉള്ളത്, നിനക്കറിയാം, ഓർമ്മ ഉണ്ടാകുന്നു, ഓർമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ കെട്ടി നിർത്തിയ ആ മാവാണ് ഇന്ന് നോക്കിയാണ് നിറച്ച് കാച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? അന്ന് നമ്മൾ അതിനെ പുഴുത്ത് കളഞ്ഞിരുന്നെങ്കിൽ തങ്കമാവനൊക്കെ മരണപ്പെട്ടു പോയി. എങ്കിലും നമുക്ക് ആലോചിക്കണം, ആ ഒരു ഓർമ്മ വേണ്ട, നിറച്ചും കായായി. അപ്പോൾ അങ്ങനെ നമ്മളെ രായേഷും നമ്മളെ ബിജുവണ്ണുമായിട്ട് വന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെയാണ് ഈ മാങ്ങ പറിക്കാന്ന് പറഞ്ഞത്. നിറച്ച് മാങ്ങ ഉണ്ട് കേട്ടോ, കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എത്ര വർഷം താളി മാങ്ങ നമുക്കൊരു കാര്യം, ഒരു ഇലയൊക്കെ വെട്ടിയിട്ട് ഇതേപോലെ താളി മാങ്ങയും ഉപ്പും മുളക് പൊടിയും കൂടെ ഒക്കെ ചേർത്തൊരു പിടി, എന്തൊരു ടേസ്റ്റ് എന്നറിയാമോ? ഇതൊക്കെ കഴിച്ച് നമ്മുടെ ആ ഒരു ഓർമ്മകൾ, ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടില്ല. കഴിഞ്ഞ വർഷം ഒന്നും വന്നപ്പോൾ ഇങ്ങനെയൊന്നും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയാണ്. വല്ലപ്പോഴേക്കൊക്കെ ഈ ഓർമ്മകളൊക്കെ നമ്മൾ അയവിറക്കണം, അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ വന്ന വഴികളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ, ആ ഓർമ്മകളൊക്കെ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വലിയൊരു ഓർമ്മയും വലിയൊരു കഥയുമുള്ളൊരു മാവാണ് ഈ കാണുന്ന മാവ്, നമ്മൾ മാങ്ങ പറിച്ച ആ മാവ് കേട്ടോ. അതൊക്കെ അന്ന് നിറച്ച് ഇവിടെ എല്ലാ ഈ ചെടികൾ, അതുപോലെ തന്നെ ഈ പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം നട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ, നാരകങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആദ്യമായിട്ട് അന്ന് ചോളം നട്ട നിനക്ക് ഓർമ്മയുണ്ട്? ചോളമൊക്കെ നട്ടിരുന്നതൊക്കെ ഓർമ്മയുണ്ട്. അത് തന്നെ, ചോളം എല്ലാം ഉണ്ടായിരുന്നു. അത്രയും ഭാഗം എനിക്ക് വണ്ടി ഇടാൻ വേണ്ടി മാത്രം കിട്ടുന്നതാണ്. അത് നമ്മളെ മുട്ടമൂട് ആ മാവനായിരുന്നു മലക്കറി കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് പൈനാപ്പിൾ കൃഷി ഉണ്ടായിരുന്നു, പിന്നെ വാഴ ഉണ്ടായിരുന്നു, പിന്നെ അടയ്ക്ക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടായിരുന്നു, ആ സൈഡിലെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നശിച്ചു പോയി. ഇപ്പൊ കുറച്ച് വാഴകളും ഇതൊക്കെ മാത്രമേ, വേറൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഇവിടെ. അന്ന് തങ്കമാമനൊക്കെ ഉള്ള സമയത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഇവിടെ. നോക്കി നടത്താനും ആളില്ല, മാമനും ഇല്ല, എല്ലാരും പല വഴിക്കായതുകൊണ്ട് പിള്ളേരെല്ലാം പല വഴിക്കല്ല, എല്ലാരും പല വഴിക്കായപ്പോഴും ഒന്നും നട്ടു വളർത്താനും കൃഷി എന്നുള്ള ഒരു ഇതും ഇല്ലാതായി. നോക്കി നടക്കണം, ആർക്കും സമയമില്ല. പക്ഷെ നല്ല മാങ്ങ അല്ലേ, പുളിപ്പൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ, താളി മാങ്ങ. പക്ഷേ